നമസ്കാരം. ഹിന്ദു ഐക്യവേദി നേതാവ് ശശികലയുടെ സമൂഹ മാധ്യമങ്ങളിലുള്ള ചില ഇടപെടലുകൾ കാണുമ്പോൾ പലപ്പോഴും സംശയിച്ചു പോകാറുണ്ട്. ഇവരൊരു സ്ത്രീ തന്നെയാണോ, ഒരു അമ്മയാണോ? അത്തരത്തിലുള്ള ഒരു സംശയം എനിക്ക് മാത്രമല്ല ആ ഒരു സംശയം തോന്നാറുള്ളത്. പലരും അത്തരത്തിലുള്ള ചില ചോദ്യങ്ങളൊക്കെ പലപ്പോഴും ചോദിക്കാറുണ്ട്. ഈ സമൂഹ മാധ്യമങ്ങളിൽ കുത്തിത്തിരിപ്പുണ്ടാക്കുക എന്നുള്ളത് ഇന്നത്തെ കാലത്ത് അത്ര പുതുമയുള്ള സംഭവമൊന്നുമല്ല. പലരും അങ്ങനെ കുത്തിത്തിരിപ്പുണ്ടാക്കുന്നതിന് വേണ്ടി ഇടപെടാറുണ്ട്. പക്ഷെ ഒരു അമ്മയ്ക്ക്, ഒരു സ്ത്രീക്ക് അങ്ങനെ കഴിയാറില്ല. പലപ്പോഴും സ്ത്രീകൾ ആ കാര്യത്തിലൊക്കെ കുറച്ച് പുറകിൽ നിൽക്കാറുണ്ട്. ചില കാര്യങ്ങളിലൊക്കെ ചില പ്രതികരണങ്ങളും അതുപോലെ തന്നെ ചില പോസ്റ്റുകളും കുറിപ്പുകളും ഒക്കെ രേഖപ്പെടുത്തുമെങ്കിലും ഒരു അമ്മയെ ബാധിക്കുന്ന വിഷയം, ഒരു മകനെ ബാധിക്കുന്ന വിഷയം, ഒരു ഭർത്താവിനെ ബാധിക്കുന്ന വിഷയം, അങ്ങനെയൊക്കെ കാണുമ്പോൾ സ്ത്രീകൾ ആ വിഷയത്തിൽ നിന്ന് പുറകോട്ട് പോകാറുണ്ട്. ഇവിടെ ശശികല ഏത് വിഷയമാണെങ്കിലും കുത്തിത്തിരിപ്പിന് വകുപ്പുണ്ടെങ്കിൽ ശശികല ഇടപെടും. അതാണ് ശശികലയുടെ ഒരു രീതി. നീണ്ട 20 വർഷക്കാലം സൗദി അറേബ്യയിലെ ജയിലിൽ കിടന്ന അബ്ദുൾ റഹീം എന്ന് പറയുന്ന ഒരു മലയാളി ഇന്ന് നാട്ടിലെത്തി. അബ്ദുൾ റഹീമിനെ നാട്ടിൽ കൊണ്ടുവരുന്നതിന് വേണ്ടി മലയാളികൾ ഒന്നടങ്കം ഇടപെട്ടത് അബ്ദുൾ റഹീമിന്റെ ഉമ്മയുടെ കണ്ണീര് കണ്ടിട്ടാണ്. ബോച്ചെ എന്ന് പറയുന്ന ഒരു മനുഷ്യസ്നേഹിയാണ് ആദ്യം അബ്ദുൾ റഹീമിനെ നാട്ടിൽ കൊണ്ടുവരുന്നതിന് വേണ്ടി തെരുവുകൾ തോറും പിരിവ് നടത്തിയത്. ഭിക്ഷ യാചിച്ച് അദ്ദേഹം പണം സമാഹരിക്കാൻ ഇറങ്ങിയത്. അതിനുശേഷമാണ് ഇവിടുത്തെ അബ്ദുൾ റഹീമിന്റെ വിഭാഗത്തിൽപ്പെട്ട ആളുകൾ പോലും ഇക്കാര്യത്തിൽ ഇടപെട്ടത്. എന്തായാലും അബ്ദുൾ റഹീം ഇന്ന് നാട്ടിലെത്തിയ ഉമ്മയുടെ കണ്ണീരിനൊരു ശമനമുണ്ടായി. എന്തായാലും അബ്ദുൾ റഹീമിനെ സംബന്ധിച്ചിടത്തോളം നഷ്ടങ്ങളൊക്കെ നഷ്ടം തന്നെയാണ്. അതൊന്നും തിരിച്ചു കിട്ടില്ല. എന്തായാലും നാട്ടിലെത്തിയല്ലോ, ജീവൻ തിരിച്ചു കിട്ടിയല്ലോ. ശശികല ഇന്ന് അബ്ദുൾ റഹീമിന്റെ നാട്ടിലേക്കുള്ള മടങ്ങിവരവുമായി ബന്ധപ്പെട്ട് ആ ഉമ്മയുടെ കണ്ണീരൊന്നും ശശികലയ്ക്കൊരു വിഷയമല്ല. ശശികല ഇന്ന് ഒരു പോസ്റ്റ് ഇട്ടിട്ടുണ്ട്. ആ പോസ്റ്റ് ഇങ്ങനെയാണ്: വീരാരാധനയാകാം, പക്ഷേ ഒരു കൊലക്കേസ് പ്രതിയെ, അതും ഒരു ഭിന്നശേഷിക്കാരൻ ബാലനെ കൊന്ന കേസിൽ ജയിൽവാസം കഴിഞ്ഞിറങ്ങിയ ഒരു പ്രതിയെ നമുക്കേ കഴിയൂ, മറ്റാർക്കും കഴിയില്ല. ഇത് കേരളമല്ലേ എന്നാണ് ശശികലയുടെ ചോദ്യം. എത്രയോ സംഭവങ്ങൾ നമ്മുടെ ഈ രാജ്യത്തുണ്ടായിട്ടുണ്ട്. ശശികല പറയുന്നതനുസരിച്ച് കേരളത്തിൽ ഇങ്ങനെ പല കാര്യങ്ങളും നടക്കാറുണ്ട് എന്നാണ് ശശികല പറയുന്നത്. മറ്റുള്ള സ്ഥലങ്ങളിലൊന്നും ഇത് നടക്കാറേ ഇല്ല എന്നുള്ളതാണ് ശശികലയുടെ കുറിപ്പിൽ നിന്നും മനസ്സിലാക്കാൻ കഴിയുന്നത്. എന്തായാലും കേരളത്തിലെ കാര്യം നമുക്ക് അങ്ങ് മാറ്റിവെക്കാം. നമ്മുടെ രാജ്യത്ത് പ്രത്യേകിച്ച് BJP ഭരിക്കുന്ന സ്റ്റേറ്റുകൾ എടുത്തു നോക്കുകയാണെങ്കിൽ എത്രയോ, ഒരിക്കലും ക്ഷമിക്കാൻ പറ്റാത്ത എത്രയോ സംഭവങ്ങൾ ഉണ്ടായിട്ടുണ്ട്. ആദ്യം നമുക്ക് അബ്ദുൾ റഹീമിലേക്ക് തന്നെ പോകാം. അബ്ദുൾ റഹീം ആരെയും കൊലപ്പെടുത്തിയിട്ടില്ല. എന്നാൽ പോലീസിന് വിവരമറിയിക്കുന്നതിലും അതുപോലെ തന്നെ മറ്റു ചില കാര്യങ്ങളിലുമൊക്കെ സൗദിയിലെ നിയമം അനുസരിച്ച് റഹീമിന്റെ ഭാഗത്ത് ചില വീഴ്ചകൾ സംഭവിച്ചിട്ടുണ്ട്. ആ വീഴ്ചയാണ് റഹീമിനെ കുടുക്കിയത് എന്നാണ് പുറത്തു വരുന്ന വിവരം. എന്തായാലും എന്താണ് അതിന്റെ യാഥാർത്ഥ്യം എന്നുള്ളത് നമുക്കറിയില്ല. വരും ദിവസങ്ങളിൽ അബ്ദുൾ റഹീം തന്നെ ആ വിഷയം, മാധ്യമങ്ങളൊക്കെ ഇടപെട്ടൊരു വിഷയമാണ് റഹീമിന്റെ വിഷയം എന്നുള്ളത് കൊണ്ട് റഹീം തന്നെ പറയും എന്ന് നമുക്ക് പ്രതീക്ഷിക്കാം. എന്തായാലും അത് പുറത്തു വരട്ടെ. പക്ഷേ അബ്ദുൾ റഹീം ഇവിടെ ഒരു കാര്യം ചെയ്തിട്ടുണ്ട്. അദ്ദേഹം ഉണ്ടായിരുന്ന സൗദി അറേബ്യ എന്ന് പറയുന്ന രാജ്യത്തെ നിയമവുമായി പൂർണ്ണമായും സഹകരിച്ചിട്ടുണ്ട്. 20 വർഷക്കാലം തെറ്റ് ചെയ്താലും ഇല്ലെങ്കിലും ആ ശിക്ഷാ കാലാവധി പൂർത്തിയാക്കാൻ റഹീമിന് കഴിഞ്ഞിട്ടുണ്ട്. ആ നിയമ നടപടിയുമായി ബന്ധപ്പെട്ട് സഹകരിച്ചിട്ടുണ്ട്. അതിനുശേഷമാണ് നാട്ടിലേക്ക് വന്നത്. ഇവിടെ ക്രൂരമായ കൊലപാതകങ്ങൾ, ബലാത്സംഗങ്ങളൊക്കെ ചെയ്ത എത്രയോ ആളുകൾ, അവർക്ക് ഈ രാജ്യത്തെ നിയമമൊന്നും ഒരു പ്രശ്നവുമല്ല. അതൊന്നും ശശികല ഒരു ഘട്ടത്തിലും കണ്ടതായി നടിച്ചിട്ടില്ല. ശശികലയുടെ ഭാഗത്തുനിന്ന് നമ്മളത് പ്രതീക്ഷിക്കണ്ട. എന്നാൽ മിനിമം ഇത്തരത്തിലുള്ള വിഷയങ്ങളിൽ ഇടപെടാതിരുന്നുകൂടെ? എന്തിനാണ് ഇത്തരത്തിലുള്ള വിഷയങ്ങൾ, ഈ വൃത്തികെട്ട വാക്കുകൾ സമൂഹ മാധ്യമങ്ങളിൽ ഉപയോഗിക്കുന്നത്? ആരെ പ്രചോദിപ്പിക്കാനാണ്? എന്താണ് ശശികലയുടെ ലക്ഷ്യം? ഇവിടെ കാശ്മീരിൽ ആസിഫ എന്ന് പറയുന്ന ഒരു 8 വയസ്സുകാരി, 2018 ഈ 8 വയസ്സുകാരി കൊല്ലപ്പെട്ടു. പാവപ്പെട്ട ആട്ടിടയനാണ് ഈ ആസിഫയുടെ പിതാവ്. മേയാൻ പോയ കുതിരയെ തിരിച്ചു വീട്ടിലേക്ക് കൊണ്ടുവരുന്നതിന് വേണ്ടി വീട്ടിൽ നിന്നും ഇറങ്ങിപ്പോയതാണ് ആസിഫ, ഈ 8 വയസ്സുകാരി. ഈ 8 വയസ്സുകാരിയെ കൊല്ലപ്പെട്ട നിലയിൽ പോലീസ് കണ്ടെത്തിയത് അവിടുത്തെ ഒരു പ്രാദേശിക ഒരു ക്ഷേത്രത്തിനകത്ത് നിന്നാണ്. അവിടെ നിന്ന് ആസിഫയെ കണ്ടെത്തുന്ന സമയത്ത് ഈ 8 വയസ്സുകാരി ക്രൂരമായി പീഡിപ്പിക്കപ്പെട്ടിരുന്നു. 2 കാലുകൾ ഒടിഞ്ഞിരുന്നു. തലയിൽ മാരകമായി കല്ലുകൾ ഉപയോഗിച്ച് ഇടിച്ച് പരിക്കേൽപ്പിച്ചിരുന്നു. ഈ 8 വയസ്സുകാരിയെ കാണാനില്ല എന്ന പരാതി പോലീസിൽ കൊടുത്തിട്ടും 2 ദിവസം ഒരു നടപടിയും അവിടുത്തെ പോലീസ് എടുത്തില്ല. BJPയുടെ പിന്തുണയോടുകൂടിയായിരുന്നു അന്ന് അവിടെ ഭരണം നടന്നിരുന്നത്. അവസാനം 2 പോലീസുകാരെ തിരയുന്നതിന് വേണ്ടി നിയോഗിച്ചു. ഈ 2 പോലീസുകാർ പിന്നീട് ഈ കേസുമായി ബന്ധപ്പെട്ട
പ്രതിപ്പട്ടികയിൽ ഉണ്ടായിരുന്ന ആളുകളാണ്. വളരെ ക്രൂരമായി പീഡിപ്പിക്കപ്പെട്ടിരുന്നു ആ 8 വയസ്സുകാരിയായ ആ കുട്ടി. അവസാനം ഇവിടെ കുറ്റപത്രം കൊടുക്കുന്ന ഘട്ടത്തിലെത്തിയ സമയത്ത് BJP-യുടെ MLA-മാർ ഈ പ്രതികളെ പിന്തുണച്ചുകൊണ്ട് നടത്തിയ ചില പ്രതിഷേധ പരിപാടികളിൽ, പ്രതികൾക്ക് അനുകൂലമായി സംഘടിപ്പിച്ച BJP പരിപാടികളിൽ എത്തി പ്രസംഗിച്ചു. ഈ 8 വയസ്സുകാരിയായ കുട്ടിയെ പീഡിപ്പിക്കപ്പെട്ട ഒരു കേസാണെന്ന് ആലോചിക്കണം. 8 വയസ്സുകാരിയായ കുട്ടി പീഡിപ്പിക്കപ്പെട്ട വിഷയം. അവിടെയാണ് BJP-ക്കാർ ഈ നിയമ നടപടി തടസ്സപ്പെടുത്തുന്നതിന് വേണ്ടി ഇറങ്ങിയത്. ആ കുട്ടിയോടൊരു സ്നേഹവും ഇഷ്ടവും കരുണയും ഒന്നും കാണിക്കണ്ട, പക്ഷേ നിയമം അതിന്റെ വഴിക്ക് നടന്നോട്ടെ എന്ന് ചിന്തിക്കാൻ പോലും അവിടുത്തെ BJP-ക്കാർക്ക് കഴിഞ്ഞില്ല. ക്രൂരമായിട്ടുള്ള സംഘപരിവാർ സംഘടനകളുടെ അല്ലെങ്കിൽ ആ ഒരു വിഭാഗത്തിന്റെ ക്രൂരമായിട്ടുള്ള പീഡനങ്ങളാണ് ആ കുട്ടിക്ക് നേരെ ഉണ്ടായത്. ഇത് എന്തിന്റെ ഭാഗമായിട്ടാണ് അത് സംഭവിച്ചത് എന്നുള്ളത്, എന്താണ് അവരുടെ മനസ്സിലെ ചിന്ത എന്നുള്ളതൊന്നും ഞാനിപ്പോൾ പറയാൻ ആഗ്രഹിക്കുന്നില്ല. ഇതൊരു ഒറ്റപ്പെട്ട സംഭവമല്ല. നമ്മുടെ രാജ്യത്ത്, കേരളത്തിലെ വിഷയത്തിലേക്ക് ഞാൻ വരുന്നില്ല, കേരളത്തിൽ ഒരുപാട് സംഭവങ്ങൾ വേറെ ഉണ്ടായിട്ടുണ്ട്. ഇവിടെ മധുവിധു ആഘോഷിക്കുന്ന സമയത്ത് ഭർത്താവിനെ കൊലപ്പെടുത്തിയ സംഘപരിവാർ ഭീകരത നമ്മുടെ രാജ്യത്തുണ്ടായിട്ടുണ്ട്. സുഹൃത്തിന്റെ ഭാര്യയുടെ സ്വകാര്യ ഭാഗങ്ങളിൽ ബീർകുപ്പി പൊട്ടിച്ച് കയറ്റിയ സംഘപരിവാർ സംഘടനകളുടെ ആളുകൾ ഉണ്ടായിട്ടുണ്ട്. പെണ്ണിനു വേണ്ടി ക്ഷേത്രമുറ്റത്ത് തമ്മിൽ തല്ലി ഒരാളെ കൊലപ്പെടുത്തിയ സംഭവം തൃശ്ശൂർ ജില്ലയിൽ ഉണ്ടായിട്ടുണ്ട്. ആരാണ്, എന്താണ്, എവിടെയാണ് എന്നൊന്നും ഞാൻ പറയുന്നില്ല. അവിടെയൊന്നും ശശികല ഇടപെട്ടിട്ടില്ല. അവിടെയൊന്നും ആർക്കും വേണ്ടി സംസാരിച്ചിട്ടില്ല. സംസാരിക്കണ്ട, നമുക്ക് ആ വിഷയം അങ്ങ് മാറ്റിവെക്കാം. ഗുജറാത്ത് കലാപം എത്രയോ ഗർഭിണികളായിട്ടുള്ള സ്ത്രീകളെ ചുട്ടരിച്ചു കൊന്നു. ഗർഭിണികളായിട്ടുള്ള സ്ത്രീകളുടെ ആ ഗർഭം ശൂലത്തിൽ കുത്തി പുറത്തെടുത്ത് ആഹ്ലാദ നൃത്തമാടിയിട്ടുണ്ട് ഗുജറാത്ത് കലാപകാലത്ത് എന്ന ആ സമയത്ത് പുറത്തു വന്ന ചില വാർത്തകളിൽ വ്യക്തമാണ്. ഭീകരമായിരുന്നു ആ സംഭവം. മലഗാവ് സ്ഫോടനം, ആരായിരുന്നു അതിന് പുറകിൽ? RSS ആയിരുന്നു അതിന് പുറകിൽ. അതിൽ പങ്കെടുത്ത ആളുകളൊക്കെ, അവരെയൊക്കെ ഇന്ന് പൂവിട്ട് പൂജിക്കുകയാണ്, പലരും ആരാധിക്കുകയാണ്. അതിലൊന്നും ശശികലയ്ക്ക് ഒരു പരാതിയുമില്ല. നിയമ നടപടികൾ തടസ്സപ്പെടുത്തിയതുമായി ബന്ധപ്പെട്ട ഒരു പരാതിയുമില്ല. അധികാരത്തിലെത്തുന്നതിന് വേണ്ടി BJP പ്രയോഗിച്ച തന്ത്രം, കലാപങ്ങൾ, കൂട്ടക്കൊലപാതകങ്ങൾ, ഈ വിഷയവുമായി ബന്ധപ്പെട്ട് ഇവിടെ ശശികലയ്ക്കൊന്നും പറയാനില്ല. എന്നാൽ അബ്ദുൾ റഹീം എന്ന് പറയുന്ന പാവപ്പെട്ട ഒരു ചെറുപ്പക്കാരൻ 20 വർഷങ്ങൾക്ക് മുമ്പ് സൗദി ജയിലിലായി. അയാൾ തെറ്റ് ചെയ്തിട്ടുണ്ടോ ഇല്ലയോ എന്നുള്ളത് ശശികലയ്ക്കും അറിയില്ല, ആർക്കും അറിയില്ല. തെറ്റ് ചെയ്തിട്ടില്ല എന്നാണ് ആ ചെറുപ്പക്കാരനുമായി ബന്ധപ്പെട്ട് പുറത്തു വരുന്ന വിവരങ്ങൾ. തെറ്റ് ചെയ്താലും ഇല്ലെങ്കിലും അയാൾ ആ ശിക്ഷാ കാലാവധി പൂർത്തിയാക്കിയ നിയമവുമായി സഹകരിച്ചാണ് നാട്ടിലേക്ക് വരുന്നത്. എന്നിട്ടും ശശികലയ്ക്ക് കുത്തിത്തിരിപ്പ്, ആ ഒരു ചിന്താഗതി ശശികലയിൽ നിന്നും വിട്ടുപോകുന്നില്ല. മലയാളികൾ ഒന്നടങ്കം, കേരളം ഒന്നടങ്കം ഇവിടെ അബ്ദുൾ റഹീമിന്റെ ഈ തിരിച്ചുവരവുമായി ബന്ധപ്പെട്ടവർ സന്തോഷം പങ്കുവെക്കുന്നുണ്ട്. സമൂഹ മാധ്യമങ്ങൾ നോക്കിയാൽ നമുക്കത് മനസ്സിലാക്കാൻ കഴിയും. ഒരുപാട് ആളുകൾ ആ ഉമ്മയുടെ കണ്ണീര് തോർന്നല്ലോ എന്ന ഒരു സന്തോഷം പങ്കുവെക്കുന്നുണ്ട്. അവിടെ ജാതിയും മതവും മറ്റൊന്നുമില്ല. എന്നിട്ടും ശശികല ആ വിഷയത്തെ മോശമായി ചിത്രീകരിക്കാൻ ശ്രമിക്കുകയാണ്. ദയവ് ചെയ്ത് ഇത്തരത്തിലുള്ള ആളുകളുടെ പോസ്റ്റിനടിയിൽ പ്രതികരിക്കാതിരിക്കുക. ദൈവം ഇവർക്ക് നല്ല ബുദ്ധി കൊടുക്കട്ടെ. ഈ ഒരു നല്ല ദിവസമായി നമുക്ക് അത്തരത്തിലൊരു പ്രാർത്ഥന നടത്താം. കൂടുതലായി ഒന്നും പറയാനില്ല.